കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ ഇവിടെ വന്ന് പാലായിലും പൂഞ്ഞാറിലൊക്കെ കുറച്ച് ആളുകളെ കാണുമ്പോൾ അവർ ഈ പി സി ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും പേര് സവിശേഷമായി സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിലവിലുള്ള ഗ്രിപ്പ് എന്ന് പറയുന്നത്, നിലവിലെ ആ ഒരു ബാലൻസ് എന്ന് പറയുന്നത് അങ്ങ് മാറുകയാണോ? പുതിയൊരു പ്ലെയർ വരുന്നു. അപ്പോൾ പുതിയ പ്ലെയർ നേടുന്ന വോട്ടിനനുസരിച്ചായിരിക്കും കോട്ടയം ജില്ലയിൽ ആര് ജയിക്കുന്നതെന്ന് തീരുമാനിക്കപ്പെടുക. അങ്ങനെയുണ്ടോ? ഇതിനകത്ത് ഞാനത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ബഹുമാനായ ജയസൂര്യൻ പറയുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കൊരു എന്തോ ഒരു മടുപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പാലായിൽ യഥാർത്ഥത്തിൽ ഞാൻ നോക്കുന്നു, യഥാർത്ഥ BJP-ക്കാർ പോലും ഇന്ന് അസ്വസ്ഥരാണ്. അഭയം തേടി വന്നവൻ ഒരു പ്രസ്ഥാനം മൊത്തം കൊണ്ടുപോയ ഒരു അവസ്ഥയാണെന്നാണ് പാലായിലെ പൊതു സംസാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പല മേഖലകളിൽ കൂടെ കറങ്ങി ചുറ്റി സഞ്ചരിച്ച് കഴിഞ്ഞ നാളുകളിലൊക്കെ UDF-ൻ്റെ ലേബലിൽ തന്നെ വലിയ അഡ്രസ്സ് ഉണ്ടാക്കി ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആ മുഖം തന്നെ നിൽക്കുമ്പോൾ BJP-യിൽ ഒരു സാഹചര്യത്തിൽ അഭയം തേടി ചെല്ലേണ്ടി വന്നു. അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഇപ്പം നമുക്ക് കടന്നു പോകണ്ട. പക്ഷേ ആ മുഖം ഇന്ന് പാർട്ടിയിൽ ചെന്നപ്പോഴത്തെ അവസ്ഥ എന്താ? ഇവിടുത്തെ യഥാർത്ഥ BJP-ക്കാരനെ എവിടെയെങ്കിലും ഔദ്യോഗിക പരിപാടികൾക്ക് പോലും കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു. ഇന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സും അത് തന്നെയാണ്. ഇന്ന് പല കോർപ്പറേറ്റുകളുടെയും കൈകളിലേക്ക് ആ പാർട്ടി മാറിപ്പോകുന്നതിൻ്റെ ഒരു സൂചന പാലാ മണ്ഡലത്തിലും കാണുന്നുണ്ടെന്നുള്ളതാണ് പാലായിലെ ഒരു സാധാരണ പ്രവർത്തകരുടെ അഭിപ്രായം. മറിച്ച് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ മണ്ഡലത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യുമെന്നൊക്കെ അവകാശപ്പെടുമ്പോൾ അതിൻ്റെ അകത്തെ ഉദ്ദേശശുദ്ധി പാലായിലെ പ്രബുദ്ധരായ വോട്ടർമാരുടെ ആ ഒരു വലിയ അവരുടെ വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതിൻ്റെ ഉത്തരം ഒരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അതിനാൽ തന്നെ വലിയ ഭൂരിപക്ഷം കിട്ടും. ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരു പരീക്ഷണം നടത്തുകയാണ്. ആ പരീക്ഷണ ഭൂമിയാക്കി മാറ്റാൻ പാലായെ ആരും സമ്മതിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അവിടെ നേരത്തെ